ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഡിസംബർ 3 ഇന്ത്യൻ നേവി ഡേയോടനുബന്ധിച്ചുള്ള ഓപ്പറേഷണൽ ഡെമോൺസ്ട്രേഷൻ ശംഖുമുഖത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ഫുൾ ട്രിവാൻഡ്രം ഇതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ തിരക്ക് ഇവിടെ കാണാനുമുണ്ട്. 12 മണി മുതൽ തന്നെ സിറ്റിയിലാകെ ട്രാഫിക് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എല്ലാ ഏരിയാസിൽ നിന്നും വരുന്നവർക്ക് പർട്ടിക്കുലർ ഏരിയ അലോട്ട് ചെയ്തിരുന്നു പാർക്കിങ്ങിനായിട്ടും. പിന്നെ അവിടുന്ന് KSRTC സർവീസ് നടത്തി വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ വന്നതിനാൽ ശംഖുമുഖം വരെ നേരിട്ടിങ്ങെത്താൻ പറ്റി. തിരക്കെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേ ഒരു രക്ഷയില്ല. മൊത്തം ആൾക്കാരാണ്. എത്രയാന്ന് എവിടെ നോക്കിയാലും തിരക്കാണ്. എത്രയാന്ന് പറയാനേ പറ്റത്തില്ല, അത്രയും ആൾക്കാരാണ്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇത്രയും ആൾക്കാർ, ഇന്നലെ പ്രഡിക്ഷനിലൊക്കെ 50,000 50,000 ആൾക്കാരൊക്കെ വരും എന്നൊക്കെ കേട്ടിരുന്നു. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. രാവിലെ 10 മണി മുതൽ ഇവിടെ നല്ല തിരക്കാണ്. വെയിലാണെങ്കിലോ ഒരു രക്ഷയില്ല, അത്യാവശ്യം നല്ല ചൂടുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് നിന്ന് കാണാൻ പറ്റത്തില്ല എന്നാണ് അനൗൺസ്മെൻറ്റ്സ് നടക്കുന്നത്. റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യരുത്, അതുപോലെ പാസ് ഇല്ലാത്തവർക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയില്ല, എല്ലാവരും വെട്ടുകാട് ചർച്ചിൻ്റെ സൈഡിലോട്ട് പോകണം, അവിടെയാണ് ബാക്കിയുള്ളവർക്കെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ റെഗുലറായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വരുന്നവരാരും തിരിച്ചു പോകാൻ കൂട്ടാക്കുന്നില്ല. കാരണം ഇവിടെ നിന്നാൽ മാത്രമേ അത്യാവശ്യം കാണാൻ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അത് കാരണം എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുവാണ്. നേരത്തെ എത്തിയവരെ കടൽക്കരയിൽ തന്നെ ഇരിക്കുവാണ്. ഈ ചൂടിലും കടൽക്കരയിലിരിക്കുമ്പോൾ ഒരു ചെറിയ കാറ്റൊക്കെ ഉണ്ട്. പിന്നെന്തോ ഭയങ്കര ഒരു രസം തോന്നുന്നുണ്ട്. ഒത്തിരി നാളിന് ശേഷം ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കണ്ടു. സത്യത്തിൽ ഇതിനു മുൻപ് ഇത്രയും ആൾക്കാരെ ഇതുപോലെ കൂട്ടമായിട്ട് കണ്ടത് നമ്മുടെ കാര്യവട്ടത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കാണാൻ പോയപ്പോഴായിരുന്നു. ആ ഒരു വൈബ്, ആ ഒരു സന്തോഷം, ഒത്തിരി ആൾക്കാർ, കൊച്ചുകുട്ടികൾ, വലിയവർ, ഒത്തിരി പ്രായമുള്ളവർ, എന്തുമാത്രം എക്സൈറ്റഡ് ആയിട്ടാണ് ഓരോരുത്തരും ഇരിക്കുന്നതെന്നറിയോ. അങ്ങനെ ഞങ്ങളും അവരുടെ കൂടെ കൂടി. സമയം കഴിയും തോറും ആൾക്കാരുടെ തിരക്കും കൂടിക്കൂടി വന്നു. ക്രൗഡ് കൺട്രോൾ ചെയ്യാനാണെന്ന് തോന്നുന്നു പോലീസുകാർ ആദ്യം ഇവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. പക്ഷെ 4 മണി ആയപ്പോഴത്തേക്ക് തന്നെ അവർ ഉള്ളിലോട്ട് നമ്മളെയും, ഈ ബാരിക്കേഡിൻ്റെ ഉള്ളിലോട്ട് നമ്മളെയും കയറ്റിയായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ക്രൗഡ് ഇത്രയും അധികം എക്സൈറ്റഡ് ആയിരുന്നു. ബാരിക്കേഡിന് പുറത്ത് തന്നെ അവർ, അത്രത്തോളം തിരക്കുണ്ടായിരുന്നു സത്യത്തിൽ. ബാരിക്കേഡിൻ്റെ പുറത്ത് തന്നെ തറയിൽ ഇരിക്കുകയോ നിൽക്കുകയോ ഒക്കെ ആയിട്ട് ആകെ ഫുള്ള് കടൽക്കര വരെ ആൾക്കാർ തന്നെ ആയിരുന്നു. രാഷ്ട്രപതി എത്തിയതോടെ പ്രോഗ്രാം സ്റ്റാർട്ടും ആയി. കപ്പലുകൾ കണ്ടു തുടങ്ങിയതോടെ ജനങ്ങൾ മൊത്തം ആവേശത്തിലുമായി. അങ്ങനെ ഓരോരോ കപ്പലുകളായിട്ട് വന്ന് ഇങ്ങനെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഇത് നമ്മുടെ INS വിക്രാന്ത് ആണ്. ഇതിലെ വിമാനങ്ങളൊക്കെ ലാൻഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ. വിമാനവാഹിനി കപ്പൽ എന്ന് തന്നെയാണല്ലോ ഇതിനറിയപ്പെടുന്നത്. ഇവനെ കണ്ടപ്പോഴുള്ള ഒരു ആർപ്പുവിളി ഉണ്ടല്ലോ, അതൊന്ന് കേൾക്കേണ്ട തന്നെയായിരുന്നു. എന്തൊരു എക്സൈറ്റഡ് ആണ് സത്യത്തിൽ. ഞങ്ങളിരുന്നതിൻ്റെ തൊട്ട് പുറകെ 2 കുഞ്ഞു മക്കളുണ്ടായിരുന്നു കേട്ടോ. അവരുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ടാൽ നമുക്ക് തന്നെ ഗൂസ് ബംസ് വന്നു പോകും. ലാസ്റ്റ് വീഡിയോയിൽ അവരെയും ഉൾപ്പെടുത്തണമെന്ന് കരുതിയതാണ്, പക്ഷേ തിരക്കിനിടയിൽ കഴിഞ്ഞില്ല, അതാണ് സത്യം. ഇതേ കണ്ടോ, INS വിക്രാന്തിൽ നിന്ന് MiG-29 വിമാനം പറന്നു വരാൻ പോവുകയാണ്. ഇതേ ഈ ലെഫ്റ്റ് സൈഡിലുള്ള വിമാനം കാണാവോ. ഇതേ വളരെ മനോഹരമായിട്ട് ഇതേ അത് പറന്നുയർന്നു. സന്ധ്യയായപ്പോൾ സൺസെറ്റും ഇതിൻ്റെ കൂടെ തന്നെ കിട്ടി കേട്ടോ. ഇത്തരത്തിൽ നാവികസേനയുടെ ഓരോ അഭ്യാസ പ്രകടനങ്ങളായി അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ INS വിക്രാന്തിൽ നിന്ന് പറന്നു പോയ വിമാനമാണ്. അത് വീണ്ടും പറന്ന് കറങ്ങി തിരിച്ച് INS വിക്രാന്തിലോട്ട് തന്നെ വരുവാണ്. ഇനി അവർ കാണിക്കാൻ പോകുന്നത് ഇൻ കേസ് വരുന്ന സമയത്ത് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ വീണ്ടും അത് എന്ത് ചെയ്യും, വീണ്ടും പറന്ന് പോവും. അതാണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റും. ഇത് വന്നിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അത് വീണ്ടും എഗെയിൻ ഫ്ലൈ ചെയ്ത് പോവും. അതാണ് കാണിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഷോ തന്നെയായിരുന്നു ഇത്. ഇത്തരത്തിൽ പലയിടത്തായി നാവികസേനയുടെ ഷിപ്പുകൾ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഓരോന്നിലും ഇങ്ങനെ ഓരോ അഭ്യാസ പ്രകടനങ്ങൾ അവർ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. അടുത്തതായി ഹെലികോപ്റ്ററാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ട്, ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഹെലികോപ്റ്റർ പറന്നു വരുന്നുണ്ട്. അത് നമ്മുടെ നാവികസേനയുടെ യുദ്ധക്കപ്പലിൽ വന്ന് ലാൻഡ് ചെയ്യും. ഹെലിപാഡിൽ വന്ന് ലാൻഡ് ചെയ്യും. ഇതേ കണ്ടോ, കപ്പലിനടുത്തേക്ക് ഹെലികോപ്റ്റർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് അതിൻ്റെ നിർദ്ദിഷ്ടമായ ഹെലിപാഡിൽ വന്നിട്ടാണ് ലാൻഡ് ചെയ്യുന്നത്. അതേ നോക്കിയേ, സ്ലോലി അത് യുദ്ധക്കപ്പലിലോട്ട് വരുവാണ്.
ഈ സീനൊന്ന് നോക്കിയേ. ആകാശം, കടൽ, സൺസെറ്റ്, കപ്പൽ, ഹെലികോപ്റ്റർ. എന്തൊരു വൈബാണല്ലേ. കൂടെ നല്ലൊരു അടിപൊളി തിരയും, നമുക്ക് ചുറ്റും ഒത്തിരി ആൾക്കാരും, മൊത്തത്തിലൊരു ആർപ്പ് വിളിയും എല്ലാം കൂടെ ഒരു രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ഹെലികോപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് കപ്പലുകൾ ഉണ്ടായിരുന്നു. അതെ, നമ്മുടെ ഹെലികോപ്റ്റർ ഹെലിപാഡിലോട്ട് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. യെസ്, ഓക്കെ. അതങ്ങനെ താഴോട്ട് പറന്നിറങ്ങി ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. സത്യത്തിൽ നമുക്ക് സ്റ്റേബിളായിട്ടേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. ഒത്തിരി സത്യത്തിൽ വീഡിയോ എടുക്കാനൊക്കെ നമ്മൾ നല്ല ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു, അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഓരോന്ന് കാണുമ്പോൾ എക്സൈറ്റഡായിട്ട് ആൾക്കാരെല്ലാവരും കൂടെ ഫ്രണ്ടിൽ നിന്ന് എണീറ്റ് ചാടലും കയ്യടിയും പിന്നെ ആർപ്പ് വിളികളും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഹെലികോപ്റ്റർ ഇതേ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി വന്നത് 3 ഹെലികോപ്റ്ററുകളായിരുന്നു, ഇന്ത്യൻ ഫ്ലാഗുകളുമായിട്ട്. അതിനുശേഷം ഫൈറ്റർ ജെറ്റുകളായിരുന്നു. ഫൈറ്റർ ജെറ്റുകളുടെ പ്രകടനം എന്തൊരു ഫാസ്റ്റ് ആൻഡ് സ്പോണ്ടേനിയസ് ആയിരുന്നു എന്ന് വരുന്നത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇതേ 4 വാക്കിന് പോയി. അത്രയ്ക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു ആക്റ്റായിരുന്നു അവരുടേത്. ഫൈറ്റർ ജെറ്റുകൾക്ക് ശേഷം വീണ്ടും ഹെലികോപ്റ്ററിൻ്റെ പ്രകടനങ്ങളായിരുന്നു. ധാരാളം ഹെലികോപ്റ്ററുകളുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഓരോ നമ്മുടെ എയർ ലിഫ്റ്റിംഗ് പോലുള്ള പ്രൊസീജിയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ പാരച്യൂട്ട് കൊണ്ടുള്ള പ്രകടനങ്ങളും ഇന്ത്യൻ നാവികസേനാംഗങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. അത് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. അതിൽ 3 പാരച്യൂട്ടുകളാണ് ഉണ്ടായിരുന്നത്. 25,000 അടി മുകളിലുള്ള ഒരു വിമാനത്തിൽ നിന്നാണ് ഈ 3 പേരും എടുത്ത് ചാടിയത്. സീരിയസ്ലി അതൊരു വല്ലാത്ത എക്സ്പീരിയൻസിനായിരുന്നു. കാണുന്നുണ്ടോ ഇതാണ് പാരച്യൂട്ടിൽ 3 പേരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒരാൾ അടുത്ത് വേറെ 2 പേരൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 3 പേരും 25,000 അടി മുകളിൽ നിന്ന് ചാടിയിട്ടാണ് താഴെ എത്തുന്നത്. അതേ സെക്കൻഡ് വൺ, ഇതായിരുന്നു സെക്കൻഡ് വൺ. പിന്നെ ഒരാളൂടെ ഉണ്ടായിരുന്നു. ആകാശത്ത് ഈ അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്ന അതേ സമയത്ത് തന്നെ കടലിൽ ഫാസ്റ്റ് അറ്റാക്കിംഗ് ബോട്ടുകളുടെ പ്രകടനവും നടക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിൽ കുഞ്ഞു ബോട്ടുകളുണ്ടായിരുന്നു, അതിനെ ചേസ് ചെയ്യുന്ന തരത്തിൽ. പിന്നിൽ നിന്ന് ഈ ഫാസ്റ്റ് അറ്റാക്കിംഗ് ബോട്ടുകളും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പവും നല്ല സ്പീഡുമാണ് ഈ ബോട്ടുകൾക്ക് ഉണ്ടായിരുന്നത്. വീണ്ടും നമുക്കിതേ നമ്മുടെ പാരച്യൂട്ടിൻ്റെ ദൃശ്യങ്ങളിലോട്ട് പോവാം. ഇവർ ഇപ്പോഴും താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 3 പാരച്യൂട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 3 പാരച്യൂട്ടാണ് ഉണ്ടായിരുന്നത്. അവർ 3 പേരും താഴോട്ട് ലാൻഡ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സെയിം ടൈമിലാണ് താഴെ ഈ നമ്മുടെ ഫാസ്റ്റ് അറ്റാക്കിംഗ് ബോട്ടുകളുടെ പ്രകടനവും നടക്കുന്നുണ്ടായിരുന്നത്. സീരിയസ്ലി സത്യത്തിൽ നമ്മൾ ആകാശത്തോട്ട് നോക്കണോ കടലിലോട്ട് നോക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. സത്യത്തിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെ ആയിരുന്നു ഇത്. ക്രൗഡ് ഭയങ്കരമായിരുന്നു, അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. അത് കാരണം വീഡിയോ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫാസ്റ്റ് അറ്റാക്കിംഗ് ബോട്ടുകളുടെ ഇത് ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെ അടുത്ത് വീണ്ടും നമ്മുടെ ഹെലികോപ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട്. ഇത്തവണ 2 ഹെലികോപ്റ്ററുകളാണ് ഉള്ളത്. ഇനി ഇത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ എയർ ലിഫ്റ്റിംഗ് ആണ്. എയർ ലിഫ്റ്റിംഗ് എന്നുള്ള പ്രൊസീജിയറാണ് ഇപ്പോൾ അവർ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ അതിനായിട്ട് ഇവരുടെ പൊസിഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ഹെലികോപ്റ്റേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്ങനെയാണ് ആപത്തിൽപ്പെടുന്ന ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇത് കണ്ടോ, ഫസ്റ്റ് ഹെലികോപ്റ്ററിൽ നിന്ന് അവർ റോപ്പ് താഴോട്ടിടുന്നുണ്ട്. റോപ്പ് താഴോട്ടിട്ടിട്ട് ഹെലികോപ്റ്റർ അതിന് പൊസിഷൻ എടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഹെലികോപ്റ്റർ കണ്ടോ, ആദ്യത്തെ ഹെലികോപ്റ്ററിന് ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സപ്പോസ് യുദ്ധത്തിൻ്റെ സമയത്തൊക്കെയാണ് ഈ എയർ ലിഫ്റ്റിംഗ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ചുറ്റും കറങ്ങിയിട്ട് ഇവർ വേറെ നമ്മുടെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും നമുക്ക് പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇതൊരു ഓപ്പറേഷണൽ ഡെമോൺസ്ട്രേഷൻ ആണല്ലോ. എക്സാക്ട്ലി അവരെങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ഓരോ ആക്റ്റും ചെയ്യുന്നത്
എന്നുള്ളതാണ് അവരിവിടെ കാണിച്ചു തരുന്നത്. സോ അപ്പോൾ ഒരു ഹെലികോപ്റ്റർ എന്ത് ചെയ്യും, നമ്മളെ ആർക്കാണോ ഹെൽപ്പ് ആവശ്യമായിട്ടുള്ളത് അവരെ ഹെൽപ്പ് ചെയ്യും. മറ്റേ ഹെലികോപ്റ്റർ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിമീസ് നമ്മുടെ ചുറ്റും ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് മറ്റേ ഹെലികോപ്റ്റർ എന്ത് ചെയ്യും, എയർലിഫ്റ്റ് ചെയ്യും. ഇതാണ് നോർമലായിട്ട് പ്രൊസീജിയർ വരുന്നത്. സോ അവർ എയർലിഫ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം ഇതിൽ ഇവർ ഈ റോപ്പിൽ ഫ്ലാഗ് ഉണ്ട്. പിന്നെ രണ്ട് പേരെ വെച്ചിട്ട് 4 പേരെയാണ് ഒരുമിച്ച് എയർലിഫ്റ്റ് ചെയ്യുന്നത്. ഇതേ കണ്ടോ ഈ വീഡിയോയിൽ 4 പേരും പിന്നെ നമ്മുടെ ഫ്ലാഗും ആണുള്ളത്. അതിൻ്റെ അഭ്യാസം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അടുത്തതായി വീണ്ടും ഹെലികോപ്റ്ററുകളുടെ പ്രകടനമാണ്. 6 ഹെലികോപ്റ്ററുകളാണുള്ളത്. അതെ, 1 2 3 4 5 6 അതെ 6 ഹെലികോപ്റ്ററുകളാണുള്ളത്. ഇത് ചിനൂക്ക് ഹെലികോപ്റ്ററുകളാണ്. മെയിൻലി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സെർച്ച് ആൻഡ് റെസ്ക്യൂവിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലുമൊക്കെ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ, എപ്പോഴാണോ നീഡഡായിട്ട് വരുന്ന ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ സെർച്ച് ചെയ്യാനും ആൾക്കാരെ രക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻസൊക്കെ വരുമ്പോഴത്തേക്ക്. ഇപ്പോൾ ഇത് ഈ ചിനൂക്ക് ഹെലികോപ്റ്റേഴ്സ് എല്ലാം ഇങ്ങനെ കടലിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിൽ പെട്ടുപോകുന്നവരെ തിരയുന്നതിൻ്റെയും അവരെ രക്ഷപ്പെടുത്തുന്നതിൻ്റെയും ഡെമോൺസ്ട്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഒരു നാവികസേന ഉദ്യോഗസ്ഥൻ കടലിലോട്ട് വരികയും അവ എങ്ങനെയാണ് ഒരാളെ റെസ്ക്യൂ ചെയ്യുന്നത് എന്നാണ് ഈ ചിനൂക്ക് ഹെലികോപ്റ്റേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. സീരിയസ്ലി ഇത് 6 ഒരുമിച്ച് കാണാൻ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് ആർത്ത് വിളിച്ചാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നത് തന്നെ. ഈ പ്രകടനം കാണുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നാവികസേനയുടെ കരുത്ത് ഇങ്ങ് കടലിൽ മാത്രമല്ല അങ്ങ് ആകാശത്തുമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ തന്നെയാണ് ഈ സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോന്നും. എത്ര ഈസി ആയിട്ടാണ് ഇവർ ഓരോ ഡെമോൺസ്ട്രേഷനും കാണിക്കുന്നതെന്നറിയോ? ശരിയാണ്, ഇതിവർ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രാക്ടീസിലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷേ നമുക്ക് ഇതിനോടൊന്നും ഒരു തരത്തിലുള്ള ബന്ധമില്ലാത്ത നമുക്കിതൊക്കെ കാണുമ്പോൾ എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് കാണാനായിട്ട്. ഞാൻ മാത്രമല്ല, സത്യത്തിൽ എനിക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരും അത്രത്തോളം എക്സൈറ്റഡ് തന്നെയാണ്. അടുത്തതായി ദേ വരുന്നില്ലേ, ഇത് 3 ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. ഇത് സീക്കിംഗ് ഹെലികോപ്റ്റേഴ്സാണ്. എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെലികോപ്റ്റേഴ്സാണിത്. ഈ 3 സീക്കിംഗ് ഹെലികോപ്റ്റേഴ്സ് എയറോ ഫോർമേഷനിൽ ഫ്ലൈ ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ലേ? ആക്ച്വലി ആ വെയിലൊന്ന് മാറിയത് കൊണ്ടാണ് വീഡിയോ ഇത്ര ക്ലിയർ ആയിട്ട് കിട്ടിയത്. അല്ലെങ്കിൽ വെയിൽ കാരണം നമുക്ക് വീഡിയോയുടെ ക്ലാരിറ്റിയിൽ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. സോ സീക്കിംഗ് ഹെലികോപ്റ്റേഴ്സിൻ്റെ പെർഫോമൻസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്കത് കാണാൻ പറ്റി. നല്ലൊരു ഉഗ്രൻ പ്രകടനം കാഴ്ചവെച്ച് നമ്മുടെ സീക്കിംഗ് ഹെലികോപ്റ്റേഴ്സ് എല്ലാം തിരിച്ചു പോയിട്ടുണ്ട്. അടുത്തതായി നാവികസേനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വരുന്നത് യുദ്ധവിമാനങ്ങളാണ്. ഇവിടെയും 3 യുദ്ധവിമാനങ്ങളാണുള്ളത്. എയറോഫോമിൽ തന്നെയാണ് 3 വരുന്നത്. അടുത്തതായി ഇവരുടെ പ്രകടനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ നമ്മൾ പറഞ്ഞില്ലേ എയറോഫോമിലാണ് ഇത് പോകുന്നത്, ആ പൊസിഷനിൽ ഒരല്പം പോലും വ്യത്യാസം വരുന്നില്ല. എക്സാക്ട്ലി അത് എത്ര ഡിസ്റ്റൻസിലാണോ അതേ ഡിസ്റ്റൻസിൽ തന്നെയാണ് 3 വിമാനവും സഞ്ചരിക്കുന്നത്. ഇത് കണ്ടോ ഫ്ലയേഴ്സുമായിട്ട് വരുന്നത്? ഇതാണ് നമ്മുടെ P-8I യുദ്ധവിമാനം. എന്ത് രസമല്ലേ ഫ്ലയേഴ്സൊക്കെ ആയിട്ട്. അത് ഈ സന്ധ്യയ്ക്കൂടെ ആയപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അടുത്തതായി കടലിലേക്ക് വന്നത് 2 പായ്ക്കപ്പലുകളായിരുന്നു.
ദേ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ അന്തർവാഹിനി INS ശിശുമാർ. ആഴക്കടലിൽ പതിയിരുന്ന് സഞ്ചരിച്ച് അത്യധികം പ്രഹരമേൽപ്പിക്കാൻ കഴിവുള്ളവയാണ് നമ്മുടെ ഈ അന്തർവാഹിനികൾ. എന്ത് ശാന്തമായിട്ടാണ് അത് പോകുന്നത്. അതിനെ കണ്ട ആരേലും പറയോ ഇത്രയും പവർഫുള്ളാണെന്ന്? പിന്നെ ദേ നമ്മുടെ പായ്ക്കപ്പലുകളിൽ അവർ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ പായ്ക്കപ്പലുകളുടെ പേര് INS സുദർശിനി എന്നും INS തരംഗിണി എന്നാണ്. അത്യാവശ്യം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്, എന്നിട്ടും തിരക്ക് കണ്ടോ. കണ്ടിട്ടും ആർക്കും മതിയാവാത്തതുപോലെയുണ്ട്. അത്രയ്ക്ക് തിരക്കാണ്. അയ്യോ, നോക്കിയിട്ട് എത്തുന്നില്ല, അത്രയും തിരക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കാറായി. ഇപ്പോൾ നമ്മുടെ യുദ്ധക്കപ്പലുകളെല്ലാം കടലിലുണ്ട്, നന്നായിട്ട് ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ യുദ്ധക്കപ്പലുകളിൽ നിന്നും ഫ്ലയറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ പ്രോഗ്രാം ഒരു ഓപ്പറേഷണൽ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. സത്യത്തിൽ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെർച്ചിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്ക്യൂവിൻ്റെ സമയത്ത് എങ്ങനെയാണോ നമ്മുടെ നാവികസേന ഒരു ഓപ്പറേഷൻ നടത്തുന്നത്, അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ മാത്രമായിരുന്നു ഇത്. ഞങ്ങൾ പ്രോഗ്രാം കാണാൻ വന്നത് ചേട്ടനും ഫാമിലിക്കും ഒപ്പമാണ്. അപ്പോൾ ഇതേ പ്രോഗ്രാം കഴിഞ്ഞു. ലാസ്റ്റ് ചെറിയ ഫയർ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതും കണ്ട് ഞങ്ങൾ പോവുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.